നമുക്കെല്ലാവർക്കും അത്രയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ? അവർ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സ്നേഹം സത്യമാണോ, അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും. എങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ അവരോടുള്ള അത്രമേലുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപക്ഷെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം അത്രയ്ക്ക് പ്യുവറാണ്, അല്ലെങ്കിൽ അത്രത്തോളം പവിത്രമായ ഒന്നാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെ ഒരുപാട് അധികം സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ എന്നെ ഇട്ടിട്ട് പോവോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നീ എന്നെ വേണ്ടാന്ന് വെക്കുമോ? അങ്ങനെയൊക്കെ അവർ ചോദിക്കാറുണ്ടോ? ഇങ്ങനെയെല്ലാം ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല എന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അവർക്ക് നിങ്ങളെ ഒരുപാട് 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 ഇഷ്ടമാണ്. അത്രയ്ക്കും വലിയൊരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത്, അല്ലെങ്കിൽ അത്രയ്ക്കും പ്യുവറായിട്ടുള്ളൊരു സ്നേഹമാണ് നിങ്ങളോടുള്ളത് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. നിങ്ങളെ ഏതെങ്കിലും ഒരു രീതിയിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് അവരാ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങളിലുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് പോലും അവരെ പേടിപ്പെടുത്തും. കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ അവരുടെ കൂടെ ലൈഫ് ലോങ് വേണം എന്ന ആഗ്രഹം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നതും പേടിക്കുന്നതും നിങ്ങളോട് ഇത്തരത്തിലെല്ലാം ചോദിക്കുന്നതും. അത് നാളെ തന്നെ നിങ്ങൾ ഇട്ടെറിഞ്ഞു പോകും എന്നുള്ള മീനിങ്ങിലല്ല അവരൊരിക്കലും അങ്ങനെ ചോദിക്കുന്നത്. അവരിടയ്ക്കൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും പോവുകയില്ല, നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു വാക്ക്. ആ ഒരു ഉറപ്പിന് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ അങ്ങനെയൊന്ന് കേൾക്കുമ്പോൾ അവർ ഓക്കെ ആകും, അവരുടെ ആ ഒരു പേടി മാറും. ഇത്തരത്തിലെല്ലാം ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വളരെ പ്യുവറായിട്ടുള്ള ഒരു ലവ് ആണെന്ന് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നതും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരുടെ അടുത്ത് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അവഗണന കാണിക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട. അവർ ഓടി വന്ന് നിങ്ങളോട് ചോദിക്കും, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എന്താ എടുക്കാത്തത്? അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് ഇട്ട് നീ എന്താ നോക്കാത്തത്? അതുപോലെ തന്നെ ചിലപ്പം അവരതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ വഴക്കിടാനും സാധ്യതയുണ്ട്. അതുപോലെ അവർ നല്ലതായിട്ട് ഷൗട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എല്ലാ രീതിയിലും അവർ നിങ്ങളോടത് ചോദിക്കുകയും അവരതിനെ എതിർക്കുകയും ചെയ്യും. നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കും. അല്ലെങ്കിൽ അവർ ചോദിക്കും, നീ എന്താണ് എന്നോടിപ്പോൾ സംസാരിക്കാത്തത്? പഴയ പോലെ നീ അടുപ്പം കാണിക്കുന്നില്ലല്ലോ, എന്തോ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ റീസൺ? അങ്ങനെയെല്ലാം അവർ ചോദിക്കും. ഇതെല്ലാം അവർ ചോദിക്കുന്നതിൻ്റെ കാരണം അവരുടെ സങ്കടം കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്കത് വളരെയധികം വിഷമമായി ആ ഒരു സാഹചര്യത്തിൽ. അങ്ങനെയുള്ള റീസൺസും അവർ പറയാനുള്ള സാധ്യതകളുണ്ട്. അത് പറഞ്ഞും നിങ്ങളെ ആ വഴക്കിന് ശേഷം കൺവിൻസ് ചെയ്യാനായിട്ടും അവർ ശ്രമിക്കും. കാരണം ഇവരിങ്ങനെ ചോദിക്കുന്നത് നിങ്ങളെ ഒരിക്കലും വിട്ട് കളയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ വിട്ട് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, മുന്നോട്ട് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുറച്ച് അകൽച്ച കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യും. അവർ നിങ്ങളോട് നിങ്ങൾ തമ്മിലുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെമ്മറീസൊക്കെ റിമൈൻഡ് ചെയ്യും. എന്നിട്ട് ചോദിക്കും, അന്ന് നീ ഇങ്ങനെയല്ല എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ എന്താ നീ അങ്ങനെ സംസാരിക്കാത്തത്? അല്ലെങ്കിൽ ഇപ്പോൾ നീ അങ്ങനെ അല്ല, എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിക്കും. നിങ്ങൾ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ സ്നേഹവും അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങളോട് അവർക്കുള്ള ആ സ്നേഹം വളരെ ആഴത്തിലുള്ളതുമാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളോട് ചോദിക്കുന്നത്. ഇത്തരത്തിൽ ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ വളരെ ജെന്യുവനായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അവർ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. അവർ നിങ്ങളെ ഒരിക്കലും വിട്ടിട്ട് പോവാനോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോവാനോ അവർ അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ ചോദിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം നോക്കാം. നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരിക്കാം, പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ ഒരു ടോപ്പിക്കും യാതൊരുവിധ വിഷയങ്ങളും ഇല്ല. എന്താ സംസാരിക്കുക? അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബോറടിച്ച് പോയാൽ പോലും അവരാ സംസാരിക്കുന്ന കാര്യം വിട്ടിട്ട് പോവുകയില്ല. എന്തെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടാക്കി അവർ സംസാരിക്കും. അതും വളരെ ക്യൂട്ടായിട്ടുള്ള മെമ്മറീസോ അല്ലെങ്കിൽ വളരെ ക്യൂട്ടായിട്ട് ഫ്യൂച്ചറിലേക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുത്തിട്ട് അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളെയും സംസാരിപ്പിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ സംസാരിക്കുക. അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കാര്യങ്ങൾ, നിങ്ങളെ രണ്ടുപേരും റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങളാണെങ്കിലും ശരി, വരാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും ശരി. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ, അതായത് ഈ 3 തരത്തിലെല്ലാം നിങ്ങളുടെ അടുത്തൊരു വ്യക്തി സംസാരിക്കുകയും നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഇത്തരത്തിലെല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ ജെന്യുവനായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്.
വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വേണം. അവർ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. നിങ്ങളൊരു ബെസ്റ്റ് റിലേഷൻഷിപ്പിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരിക്കലും അവരെ വിട്ട് കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.